പക്ഷം തിരിഞ്ഞു നിന്നു മുറ്റും വിടക്കെന്നിടുമ്പോൾ ഉറ്റവർ സ്നേഹിതർ പക്ഷം തിരിഞ്ഞു നിന്നു മുറ്റും വിടക്കെന്നിടുമ്പോൾ പറ്റിച്ചേർന്നവൻ നിൽക്കുമേ ഒടുവിലൻ പക്ഷത്തു ചേർന്നിടുമേ. പറ്റിച്ചേർന്നവൻ നിൽക്കുമേ ഒടുവിലൻ പക്ഷത്തു ചേർന്നിടുമേ. കൊടുവിട്ടൊടുവിൽ ഞാനെൻ നാട്ടിൽ വീടിൻ്റെ മുൻപിലെത്തും. പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. ലോകമെനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണമേശുവിൻ പാതേ നോക്കി. ലോകമെനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണമേശുവിൻ പാതേ നോക്കി. ഏകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കായി. ഏകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കായി. കൊടുവിട്ടൊടുവിൽ ഞാനെൻ നാട്ടിൽ വീടിൻ്റെ മുൻപിലെത്തും. പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. പ്രാപഞ്ചികമാകും പ്രകൃതമെല്ലാം മാറും, പ്രാണപ്രിയനോടു കൂടെന്നും ഞാൻ. പ്രാപഞ്ചികമാകും പ്രകൃതമെല്ലാം മാറും, പ്രാണപ്രിയനോടു കൂടെന്നും ഞാൻ. പ്രാക്കൾ കണക്കെ പറക്കും നാമന്ന് പ്രാപിക്കും രൂപാന്തരം. പ്രാക്കൾ കണക്കെ പറക്കും നാമന്ന് പ്രാപിക്കും രൂപാന്തരം. കൊടുവിട്ടൊടുവിൽ ഞാനെൻ നാട്ടിൽ വീടിൻ്റെ മുൻപിലെത്തും. പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. സ്തോത്രം. ഞാൻ സത്യപ്രഭയെന്നുടയോൻ തൻ അന്തേവാസികളോടോതി ഈ പ്രഭയിൽ ചേർന്നു നടപ്പോനെ. ഇരുൾ പിടികൂടാ മശിഹാതൻ പ്രഭയിൽ ചേർന്നു നടന്നോരാം സ്നേഹന്മാർക്കതി സൗഭാഗ്യം. കണ്ടാലും തൽസ്മൃതിയെങ്ങും കൊണ്ടാടിയിടും നദിഘോഷം. തൽപ്രാർത്ഥന നമ്മൾക്കഭയം. ബന്ധനൊഴിഞ്ഞതായ സഹോദരന്മാര്, ബന്ധനൊഴിഞ്ഞതായ അപ്പോസ്തലന്മാര്, ബന്ധനൊഴിഞ്ഞവരായ സ്ലീഹന്മാര്, എൻ്റെ കർത്താവേ, അവരെല്ലാം സ്വർഗ സന്തോഷത്തിൽ കഴിയുന്നു. നീ വീണ്ടും വിളിച്ചു പറയുന്നു, ഞാനാണ് സത്യപ്രഭ, ഞാനാണ് സത്യവെളിച്ചം. സത്യപ്രഭയായ യേശുവേ, നീ വെളിച്ചമായി എൻ്റെ ഉള്ളത്തിലേക്ക് കടന്നു വരണമേ. സ്തോത്രം. സാക്ഷിയെ നീ ലജ്ജിതനാക്കരുതേ. എൻ്റെ ബന്ധനത്തിൽ കിടക്കാൻ നീ അനുവദിക്കല്ലേ. കർത്താവേ, എൻ്റെ ബാധകൾപ്പെട്ട് നശിക്കാൻ അനുവദിക്കല്ലേ. നീ ആണ് എൻ്റെ ഗതി, നീയാണ് എൻ്റെ തുണ. കർത്താവ്, വേറെ ആരുമില്ല. എനിക്ക് മധ്യസ്ഥം വഹിക്കാൻ എനിക്ക് വേണ്ടി ആരുമില്ല. എനിക്ക് ഒത്താശ പറഞ്ഞു തരാൻ ആരുമില്ല.
കർത്താവേ, ഞാൻ അഗതിയാണ്, ഞാൻ അനാഥനാണ്. നീയാണ് എൻ്റെ ഗതി, നീയാണ് എൻ്റെ തുണ. നീ എൻ ഗതി, തുണ ചെയ്യുക നിൻ ദാസനെ. കർത്താവേ, നിൻ്റെ സാക്ഷി ലജ്ജിതരാകാതെ നോക്കണം. നിൻ്റെ സാക്ഷിയല്ലേ ഞാൻ ലജ്ജിതനായി പോകല്ലേ കർത്താവേ. ഞാൻ നിൻ്റെ വചനം പറഞ്ഞിട്ട് ഞാൻ ബന്ധനത്തിലാകാനിടയല്ല കർത്താവേ. ഞാൻ നിൻ്റെ വചനം പറഞ്ഞു, ഞാൻ നിൻ്റെ വേല ചെയ്തു കർത്താവേ. അവസാനം പോകുകയും നിന്നെ അറിയുന്നില്ല എന്നുള്ള വാക്കുകൾക്ക് എനിക്ക് ഇടവരല്ലേ കർത്താവേ. എൻ്റെ കർത്താവേ, നിൻ സാക്ഷിയെ ലജ്ജിതനാക്കരുതേ. ഞാൻ കോടാനകോടി മനുഷ്യരുടെ മുമ്പിൽ, അതേ കോടാനകോടി ആത്മാക്കളുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ ലജ്ജിച്ച് വിവശതയോടെ ഞാൻ നരകത്തിയിലേക്ക് തള്ളപ്പെടാൻ ഇടയാകരുതേ കർത്താവേ. നിൻ സാക്ഷിയെ ലജ്ജിതനാക്കരുതേ. എൻ്റെ ബാധകൾ മാറ്റണമേ. ഇന്നെനിക്ക് സുബോധം ഉള്ളപ്പോൾ തന്നെ ഞാൻ അനുതാപത്തോടെ വരുന്നു കർത്താവേ. നാഥ, നീയാണ് ഗതി, നീ തുണ ചെയ്യുക. നിൻ സാക്ഷിയെ ലജ്ജിതനാക്കരുതേ. എൻ്റെ ശരണവും എൻ്റെ ആശ്രയവും നീ മാത്രം. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് വായിക്കാം. അടുത്ത വാക്യം. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിലൊരു വെളിച്ചം പ്രകാശിച്ചു. അറയിലൊരു വെളിച്ചം പ്രകാശിച്ചു. സത്യപ്രഭയാകുന്ന നിത്യനായ ദൈവത്തിൻ്റെ പ്രകാശം ആ അറയിൽ, ഇരുട്ടറയിൽ പ്രകാശിച്ചു. ഇരുട്ടറയാണ്, പക്ഷേ അവിടെ വെളിച്ചം പ്രകാശിച്ചു. അടുത്ത് കിടന്ന രണ്ടുപേരും അറിയുന്നില്ല. പടയാളികൾ ഇങ്ങനെ കണ്ണു തുറന്നിരിക്കുകയാണ്, പക്ഷേ വെളിച്ചം വന്നവരറിയുന്നില്ല. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞവനെ ഉണർത്തി. പത്രോസിന് വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞവനെ ഉണർത്തി. ഉടനെ അവൻ്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി, ബന്ധനം പോയി. പിന്നെ ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അരകെട്ടി ചെരിപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. എല്ലാം ഓരോ വളരെ അർത്ഥമുള്ള കാര്യങ്ങളാണ്. നീ അരകെട്ടുക, ചെരിപ്പിട്ട് മുറുക്കുക. അവൻ അങ്ങനെ ചെയ്തു. അതിവേഗം പുറത്തേക്ക് പോകാൻ തക്കവണ്ണം നീയെ അരമുറുക്കുക, നീയെ ചെരിപ്പിട്ട് മുറുക്കുക. നിൻ്റെ ചെരുപ്പ് അവിടെ തൂക്കിക്കിടക്കുന്നുണ്ട്, മാറിക്കിടക്കുന്നുണ്ട്, അതിട്ട് മുറുക്കുക. നീ അതിവേഗം പുറപ്പെടുക. ചെരുപ്പ് സുവിശേഷത്തിൻ്റെ സൂചനയാണ്. ദൈവത്തിന് സ്തോത്രം. നന്മ സുവിശേഷിക്കുന്ന കാലം എത്ര മനോഹരം. നന്മ സുവിശേഷിക്കുന്ന കാലം പർവ്വതങ്ങളിൽ എത്ര മനോഹരം. സത്യം അരിക്കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും. ചെരുപ്പ് സുവിശേഷത്തിനുള്ള ഒരുക്കമാണ്. നീയെ ചെരുപ്പിട്ട് മുറുക്കുക, അരമുറുക്കുക. നീ വസ്ത്രം ധരിക്കുക, വസ്ത്രം മുറുക്കി ഉടുക്കുക. പിന്നെ നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. നീ ആകെയുള്ള ആ പുതപ്പും പുതച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വന്നുകൊള്ളൂ. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്നറിയാതെ താനൊരു ദർശനം കാണുന്നുവെന്ന് നിരൂപിച്ചു. ഇതൊന്നും വാസ്തവമാണെന്ന് പത്രോസിന് മനസ്സിലായില്ല. ഏതോ ഒരു ദർശനം കാണുകയാണെന്ന് വിചാരിച്ചുള്ളൂ. ഏതോ ഒരു ദർശനം കാണുന്നു, എന്തോ ഒരു ദർശനം. പത്രോസിന് അതിനു മുമ്പ് ദർശനം കിട്ടിയിട്ടുണ്ട്. അതുപോലുള്ളൊരു ദർശനമായിരിക്കാം. കാരാഗ്രഹത്തിൽ കിടക്കുന്ന അറിയാമല്ലോ. അപ്പോൾ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ കർത്താവ് പക്ഷേ എനിക്കൊരു ദർശനം തരുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ അവർ ഒന്നാം കാവലും രണ്ടാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിക്കലെത്തി. ഒന്നാം കാവലും രണ്ടാം കാവലും കടന്നു. ഇതൊന്നും കാവൽക്കാരും കാണുന്നില്ല, അറിയുന്നില്ല. ഇരുമ്പ് വാതിക്കലേക്ക് എത്തി. പിന്നെ അതവർക്ക് സ്വതവേ തുറന്നു. ചെന്നപ്പോൾ പൂട്ടിയിരുന്ന ഇരുമ്പ് വാതിൽ സ്വതവേ തുറന്നു. സ്തോത്രം. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു, ഒരു സ്ട്രീറ്റ് കടന്നു, ഒരു റോഡ്, പ്രധാനപ്പെട്ട ഒരു തെരുവാണ്. അത് കടന്നു. പിന്നെ ദൂതനെ കാണുന്നില്ല. എന്ത് പറ്റി? എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളെ കൊണ്ട് പോയി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ നാമമഹത്വപ്പെടട്ടെ. ഗുൽഷൻ എസ്തേർ എന്ന് പറയുന്ന ഒരു അനുഗ്രഹീത ദേവദാസി എഴുതിയൊരു പുസ്തകമുണ്ട്, ചീന്തിയ മൂടുപടം. ആ പുസ്തകം നിങ്ങൾക്ക് മലയാളത്തിൽ കിട്ടും. ഒരു മഹദി എഴുതിയ പുസ്തകമാണ്. മുസ്ലിം ലേഡിയായിരുന്നു ഗുൽഷൻ എസ്തേർ. വലിയ പുരാതനമായ മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ആഭിജാത്യമുള്ള ഒരു മുസ്ലിം സ്ത്രീയായിരുന്നു. പക്ഷേ ക്രിസ്തുവിനെ വചനം കേട്ട് വിശ്വസിച്ചു. അപ്പോൾ വീട്ടുകാരെല്ലാം തള്ളി. ആർക്കും ഒരു മാനമില്ലാതായി, വിലയില്ലാതായി. വലിയ അരിസ്റ്റോക്രാറ്റിക് ഫാമിലി, വളരെ കുലീനമായ ഒരു കുടുംബത്തിൽപ്പെട്ടതായിരുന്നു. വീട്ടുകാരെല്ലാം തള്ളി. ഒരു ദിവസം അവിടെ അവരുടെ സ്വന്തപ്പെട്ട വീട്ടിൽ ഒരു വലിയൊരു വിരുന്നുണ്ട്. സംബന്ധിക്കാൻ ചെന്നു. ആരും അവളെ ഗവനിച്ചില്ല, ആരും മാനിച്ചുമില്ല. അവളോട് ചെന്നു. ആരോടും അവൾ പറഞ്ഞു, എനിക്ക് രാത്രി 11 മണിക്ക് എനിക്ക് തോന്നുന്നു 11 മണിക്ക് ട്രെയിൻ പോകും. ആ ട്രെയിനിൽ എനിക്ക് ലാഹോറിൽ എത്തേണ്ടിയിരിക്കുന്നു. അവിടെ ചെല്ലാൻ ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. ആരും ഗവനിച്ചോട്ടില്ല. ഇവൾ വളരെ തിടുക്കത്തിൽ അവൾ നടന്നു, റോഡിലെത്തി. റോഡിൽ ഇങ്ങനെ നിൽക്കുക. അവൾ ചിന്തിക്കുന്നത് എന്തിനാ വന്നതെന്ന് അവൾക്ക് അറിയാൻ പാടില്ല. എനിക്ക് അങ്ങ് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. അവിടെ നിന്ന് കുറേയേറെ ദൂരമുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. അതിൽ നടന്നെത്താനൊക്കുകയില്ല.
എത്തിയില്ലെങ്കിൽ ട്രെയിൻ വിട്ടുപോകും പറഞ്ഞ പ്ലാൻ നടക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങളൊന്ന് വായിച്ച് നോക്കൂ, വായിച്ചാൽ നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ കിട്ടും. ഈ ഗോഷ്യസ്തേർ അവിടെ നിൽക്കുമ്പോൾ പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ എന്താ വേണ്ടത്, ഞാനിവിടെ ചെല്ലാവുന്ന വാക്ക് പറഞ്ഞതല്ലേ, അവരെന്നെ പ്രതീക്ഷിച്ചിരിക്കുമല്ലോ. കർത്താവേ ഇത്രയും ദൂരെ ഇവിടെ നിന്ന് ലാഹോറിലേക്ക് പോകാനുള്ള ആയിരക്കണക്കിന് മൈലുകൾ ദൂരെ ഞാൻ എങ്ങനെ എത്തും, സമയത്ത് എത്തണമല്ലോ. അവളിങ്ങനെ വിഷമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴുണ്ട് ഒരു ഓട്ടോറിക്ഷ വരുന്നു. ഓട്ടോറിക്ഷ വന്നപ്പോൾ ഉടനെ അവൾ കൈ നീട്ടി, ഭാഗ്യമായി പോയല്ലോ ഓർത്തു. ഓട്ടോയിൽ കയറി ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളൊന്നും മിണ്ടുന്നില്ല. അവൾ ഇത്ര മാത്രം പറഞ്ഞു, റെയിൽവേ സ്റ്റേഷനിലേക്കാണെന്ന് പറഞ്ഞു, വേറൊന്നും പറഞ്ഞില്ല. ഓട്ടോറിക്ഷ ഓടിക്കുന്നയാൾ ഒരു അക്ഷരം മിണ്ടുന്നില്ല. ആകെ എല്ലാം കവർ ചെയ്ത ഒരു ഓട്ടോറിക്ഷയാണ്. വേഗം പോയി റെയിൽവേ സ്റ്റേഷൻ്റെ ഗേറ്റിങ്ങിലെത്തി. അവളെ ഗേറ്റിൽ നിർത്തിയപ്പോൾ ഇവൾ രൂപ എടുത്തു കൊടുത്തപ്പോൾ ഓട്ടോറിക്ഷയും കാണുന്നില്ല, ഓട്ടോറിക്ഷ ഓടിച്ച ആളെയും കാണുന്നില്ല. എവിടെ പോയി ഓട്ടോറിക്ഷ? ഓടിച്ചയാൾ എവിടെ പോയി? അപ്പോഴവൾക്ക് മനസ്സിലായത്, എൻ്റെ ആവശ്യം കാണുന്ന എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരു വാഹനം ഒരുക്കി. അത് ഭൂമിയിലെ മനുഷ്യരല്ല ഓടിച്ചത്, ഭൂമിയിലെ ഓട്ടോറിക്ഷയല്ല എന്നെ വഹിച്ചുകൊണ്ട് പോകുന്നത്. പ്രിയരെ, ഈ നാളുകളിൽ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, ഈ നാളുകളിൽ അതിശയങ്ങൾ നടക്കുന്നുണ്ട്. കർത്താവിന് സ്തോത്രം. ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും, നിങ്ങൾ വിശ്വസിക്കൂ, അത്ഭുതങ്ങൾ നടക്കും. ദൈവം വിശ്വസ്തനാണ്, വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്, വാഗ്ദത്തങ്ങൾ വിശ്വസ്തനാണ്. നിങ്ങളോട് ദൈവം ഒരു വാക്ക് പറഞ്ഞെങ്കിൽ അത് കർത്താവ് നിവർത്തിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് വാഗ്ദത്തം കിട്ടിയിട്ടെങ്കിൽ അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവും നിൻ്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിൻ്റെ വായിൽ നിന്നും നിൻ്റെ സന്തതിയുടെ വായിൽ നിന്നും നിൻ്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു ഒരു നാളും വിട്ടുപോകയില്ല എന്ന് യഹോവ കർത്താവിൻ്റെ അരുളപ്പാട്. ഇതാകുന്നു ഞാൻ നിങ്ങളോട് ചെയ്ത നിയമം. ദൈവം ഒരു നിയമം ചെയ്യുകയാണ്, ദൈവം ഒരു വാക്ക് പറയുകയാണ്. നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവ് വിട്ടുപോകയില്ല, നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവും നിൻ്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിൻ്റെ വായിൽ നിന്നും നിൻ്റെ സന്തതിയുടെ വായിൽ നിന്നും നിൻ്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു ഒരു നാൾ വിട്ടുപോകയില്ല എന്ന് യഹോവയായ ദൈവം ചെയ്യുന്നു. ഇതാകുന്നു ഞാൻ നിങ്ങളോട് ചെയ്യുന്ന നിയമം. ദൈവം നിയമം ചെയ്യുകയാണ്. ഈ നിയമം, ഈ വാഗ്ദത്തങ്ങളെല്ലാം നിങ്ങൾ മേടിച്ചെടുക്കണം. കർത്താവേ, വാക്ക് പറഞ്ഞിട്ടുണ്ട് നീ, ഞാൻ നിന്നെ തന്നെ താഴ്ത്തുന്നു, ഞാൻ എന്നെ തന്നെ എളിവുപ്പെടുത്തുന്നു. എനിക്ക് സ്വന്തമായി കഴിവില്ല കർത്താവേ, എനിക്ക് ഒന്നും ചിന്തിക്കാൻ പോലും പ്രാപ്തിയില്ല, ഒന്നും മനസ്സിലാകുകയുമില്ല. എങ്കിലും നീ എനിക്ക് തന്ന വാഗ്ദത്തം നിവർത്തിക്കാൻ നീ ശക്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഈ ജീവിതം, ഈ എൻ്റെ ഭാവി, എൻ്റെ ആയുസ് കർത്താവേ, ഞാനിതാ നിൻ്റെ മുമ്പാകെ ഞാൻ മുഴുവനായി താഴ്ത്തി വയ്ക്കുന്നു. കർത്താവിന് സ്തോത്രം. അടുത്ത വാക്യം. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചുവെന്ന് ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്നുവെന്ന് അവൻ പറഞ്ഞു. പത്രോസ് തനിയെ പറയുകയാണ്, ഓ, ദൈവം തൻ്റെ ദൂതനെ അയച്ചെന്നെ വിടുവിച്ചല്ലോ, ആ ഹെരോദാരാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചല്ലോ, എന്നെ കൊല്ലുവാൻ കാത്തിരിക്കുന്ന യഹൂദരാജാതിയുടെ ഗൂഢാലോചനയിൽ തന്നെ വിടുവിച്ചല്ലോ. യോ, കർത്താവ് എത്ര വിശ്വസ്തൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കരുണയുള്ള കർത്താവ് പത്രോസിനെ വിടുവിച്ചെന്ന് പത്രോസിന് മനസ്സിലായി. കർത്താവാണ് എന്നെ ബന്ധനം കഴിച്ച് കൊണ്ടുവന്നത് പത്രോസിന് മനസ്സിലായി. ഞാൻ വീണ്ടും പറയട്ടെ, ഒരൊറ്റ ബന്ധനം പോലും ബാക്കി വയ്ക്കാതെ എല്ലാം അഴിച്ചു തരാൻ കർത്താവ് വന്നിട്ടുണ്ട്. നിങ്ങൾ കർത്താവോട് പറയണം, കർത്താവേ, എൻ്റെ ബന്ധനങ്ങളെല്ലാം മാറ്റണമേ. എൻ്റെ കുടുംബത്തിൽ ചില ബന്ധനങ്ങളുണ്ട്, എൻ്റെ കുടുംബത്തിൽ ചില ബാധകളുണ്ട്, എൻ്റെ കുടുംബത്തിൽ അനേകം തലമുറകളായി പകർന്നു വരുന്ന ചില ബാധകളുണ്ട്. എൻ്റെ കർത്താവേ, ഞാൻ ചെയ്തു കൂട്ടിയ ചില പാപങ്ങളുടെ ബാധകൾ എൻ്റെ കുടുംബത്തിന്മേലുണ്ട്, എൻ്റെ മക്കളുടെ മേലുണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ, എനിക്കൊരു കരയേറ്റം കിട്ടാതിരിക്കുന്ന കാരണം അതാണ്. ഞാൻ സമ്പാദിക്കുന്നുണ്ടെങ്കിലും കയ്യിൽ തങ്ങാത്തതിന് കാരണം അതാണ്. എല്ലാം ചോർന്നു പോവുകയാണ്, കാരണമുണ്ട്. കർത്താവേ, നീ എന്നോടൊന്ന് മനസ്സിലിയണം. കർത്താവേ, എൻ്റെ മേലുള്ള സകല ശാപങ്ങളും സകല ദോഷങ്ങളും സകല ബാധകളും സകല ബന്ധനങ്ങളും മാറ്റി ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവേ, നിൻ്റെ തൃക്കരന് തലമേൽ വെക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളാരും അലസരായിരിക്കരുത്. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം തുറന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ഹൃദയം തുറന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഹൃദയം തുറക്കുക, നിങ്ങളുടെ ചെവി തുറക്കുക, നിങ്ങളുടെ കണ്ണ് തുറക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.
എന്നിട്ട് നിങ്ങളെ സമീപിച്ച് നിൽക്കുന്ന കർത്താവിനെ നിങ്ങൾ വിശ്വാസത്തോടൊന്ന് കാണുക. അവൻ വന്നത് വിടുവിക്കാനാണ്, അവൻ വന്നത് രക്ഷിക്കാനാണ്, അവൻ വന്നത് ബാധ മാറ്റാനാണ്, അവൻ വന്നത് അതിൻ്റെ ഹൃദയത്തിലുള്ള ദുഷ്ടതകൾ മാറ്റാനാണ്, അവൻ വന്നത് അതിൻ്റെ കുടുംബത്തിലെ ദോഷവശങ്ങളെല്ലാം മാറ്റിക്കളയാനാണ്. യേശു വന്നത് നിന്നെ അനുഗ്രഹിക്കാനാണ് മകനെ മകളെ, നിന്നെ അനുഗ്രഹിക്കാനാണ് യേശു വന്നിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ എൻ്റെ ദൈവമേ, നന്ദി പിതാവേ, നന്ദി ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇത് ദൈവം തന്ന വലിയൊരു അത്ഭുതകരമായ അനുഭവമാണെന്ന് പത്രോസിന് മനസ്സിലായി. ദൈവം എന്നെ സ്നേഹിക്കുന്നു മനസ്സിലായി. ആ സ്നേഹം ഇപ്പോൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് മനസ്സിലായി. ഇപ്പോൾ ദൈവം എന്നെ വിടുവിച്ചിരിക്കുന്നത് മനസ്സിലായി. യഹൂദജനത്തിൻ്റെ എല്ലാ പ്രതീക്ഷയിൽ തന്നെ വിടുവിച്ചു. ഹെരോദ രാജാവിൻ്റെ ഉരുക്കുമുഷിയിൽ തന്നെ വിടുവിച്ചു. പത്രോസിന് മനസ്സിലായി. അടുത്ത വാക്യം. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാൻ്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. ദൈവത്തിന് സ്തോത്രം. മർക്കോസിൻ്റെ ദേറായിലെത്തി. മർക്കോസിൻ്റെ ദേറ അതാണ് സെഹ്യോൻ മാളിക, അതാണ് മർക്കോസിൻ്റെ അമ്മ മറിയ താമസിക്കുന്ന വീട്. അവിടെ എത്തി. അവിടെ അനേകർ ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടെ അനേകം ദൈവമക്കൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയാണ്. പാവങ്ങൾ എല്ലാവരും കൂടി പ്രാർത്ഥിക്കുന്നതിന്. പത്രോസിനെ പിടിച്ചുകൊണ്ട് പോയല്ലോ കർത്താവേ, അയ്യോ ഞങ്ങൾ യാക്കോബിനെ കൊന്നു, ഇപ്പോൾ പത്രോസിനെയും കൊണ്ടുപോയല്ലോ എൻ്റെ കർത്താവേ, നീ പത്രോസിനെ രക്ഷിക്കണമേ കർത്താവേ എന്ന് പറഞ്ഞ് പാവങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. വിശ്വാസികൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഉറക്കമില്ല, ഉറങ്ങാൻ തോന്നുന്നില്ല. അയ്യോ പത്രോസിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്തായിരിക്കുമോ? പത്രോസ് ചങ്ങലയിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ എന്തായിരിക്കുമോ സ്ഥിതി? ഉപദ്രവിക്കുകയായിരിക്കുമോ, അടിക്കുകയായിരിക്കുമോ, തല്ലുകയായിരിക്കും? അവർക്കൊന്നും അറിയാൻ പാടില്ല. കർത്താവേ നീ രക്ഷിക്കണമേ, നിൻ്റെ ദാസനെ നീ കാത്തുകൊള്ളണമേ, നിൻ്റെ പ്രിയ ശിഷ്യനെ നീ കാത്തുകൊള്ളണമേ, പരിപാലിച്ചു കൊള്ളണമേ പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അവൻ പടിപ്പുരവാതിക്കൽ മുട്ടിയാറെ രോദ എന്നൊരു ബാല്യക്കാരത്തി വിളി കേൾപ്പാൻ അടുത്തു വന്നു. പത്രോസിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. വാതിക്കൽ തെരുതരെ മുട്ടിക്കൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുകൊണ്ട് ആദ്യം കേട്ട് കാണുകയില്ല. പക്ഷേ മുട്ടൽ കേട്ടപ്പോഴേക്കും ആ ഒരു പെൺകുട്ടി, അവൾ ആ കൂട്ടത്തിൽ എഴുന്നേറ്റ് ഓടി വന്നു. പത്രോസിനെ കണ്ടപ്പോൾ ഇതാരാണ്? ആർക്ക് വേണ്ടി ഈ സമയം അത്രയും ഈ ദൈവമക്കൾ പ്രാർത്ഥിച്ചുവോ ആ പത്രോസാണ് ജീവനോടെ നിൽക്കുന്നത്, ആരോഗ്യതയോടെ നിൽക്കുന്നത്. ഇതാരാണിത്? അയ്യോ ഈ പത്രോസിന് വേണ്ടിയാണല്ലോ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ആ പത്രോസ് ഇതാ വന്ന് നിൽക്കുന്നത്. എന്തൊരു അത്ഭുതമാണിത്! അവൾ അത്ഭുതം കൂറി നോക്കി നിന്നു, തിരിച്ചറിഞ്ഞു. പിന്നെ എന്നിട്ട് സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ അകത്തേക്ക് ഓടി. അവൾ വാതിൽ തുറന്നില്ല. സന്തോഷം, ഇത് അവരെ അറിയിക്കാനാ. വാതിൽ തുറക്കുന്നതിന് മുമ്പ് വേഗം ഓടിച്ചെന്ന് പറയാൻ പോയിരിക്കുകയാണ് അവൾ വാതിൽ തുറന്ന് പത്രോസിനെ അകത്തേക്ക് വിളിച്ച് അകത്താക്കിയില്ല. അതിനു മുമ്പ് അവൾ ഓടിച്ചെന്നവരോട് അറിയിക്കാൻ പോയി. പത്രോസ് പടിപ്പുരയ്ക്കൽ നിൽക്കുന്നുവെന്ന് അറിയിച്ചു. പത്രോസ് പടിപ്പുരയ്ക്കൽ നിൽക്കുന്നുണ്ട്, പുറത്തു വന്ന് നിൽക്കുന്നുണ്ട് എന്നറിയിച്ചു. അവർ അവളോട് നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, നീ എന്ത് ഭ്രാന്താ മോളെ ഈ പറയുന്നത്? പത്രോസിനെ കാരാഗ്രഹത്തിലിട്ടിരിക്കുകയല്ലേ, 4 ചേവകരുള്ള 4 കൂട്ടത്തിനെ ഏൽപ്പിച്ച് 2 ചങ്ങലയിൽ കുടുക്കിയിട്ടിട്ട് 2 പടയാളികൾ കാത്തു നിൽക്കുകയല്ലേ. ആ പത്രോസ് എങ്ങനെയാണ് ഇപ്പോൾ വരുന്നത്? ഈ അർദ്ധരാത്രി വരുന്നത് എങ്ങനെയാണ്? നീ വല്ല സ്വപ്നം കണ്ടായിരിക്കും, വല്ല ദർശനം കണ്ടതായിരിക്കും. അടുത്ത വാക്യം. അവളോ അല്ല, ഉള്ളത് തന്നെയെന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ അവൻ്റെ ദൂതനാകുന്നുവെന്ന് അവർ പറഞ്ഞു. നിനക്ക് ഭ്രാന്തുണ്ട്, ഏതാണ്ട് നിനക്ക് വെളിവേട് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു അവർ. അപ്പോൾ അവൾ പറഞ്ഞു, അല്ലല്ല, ഉള്ളത് തന്നെ, സത്യമാണിത്, ഞാൻ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ അവർ പറയുകയാണ്, എന്താണത്? പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. അവർ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. പത്രോസിൻ്റെ വല്ല ദൂതനുമായിരിക്കും. പത്രോസിനെ പോലെ ഒരു ദൂതൻ വേഷം വന്ന് നമ്മളെ ആശ്വസിപ്പിക്കാൻ വന്നതായിരിക്കും എന്ന് അവർ പറഞ്ഞു. അവർക്ക് സത്യം മനസ്സിലാക്കാൻ പറ്റിയില്ല. അതവർക്ക് അജ്ഞാതമായിരുന്നു, അവർക്കറിയില്ലായിരുന്നു. അപ്പോൾ പത്രോസ് പിന്നെയും മുട്ടിക്കൊണ്ടിരുന്നു. അടുത്ത വാക്യം. പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. അവർ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. അവർ തുറന്നപ്പോൾ എന്തൊരത്ഭുതം! പത്രോസിനെ അവർ കണ്ടു, അവർ വിസ്മയിച്ചു. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ബന്ധനത്തോടുകൂടി ഇന്ന് നിങ്ങളിവിടെ വന്നു. നിങ്ങളെല്ലാവരും പല ബാധകളുള്ളവരായിട്ട് വന്നു. നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്ന പല ബാധകളുള്ളവരായി കേട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ബാധകൾ മാറി ചെല്ലുന്നത് കണ്ടാണ് നിന്റെ വീട്ടിലുള്ളവർ വിസ്മയിക്കും, അതിശയിക്കും. ബാധകൾ മാറിയിരിക്കുന്നു, കോപം മാറിയിരിക്കുന്നു, വൈരാഗ്യം മാറിയിരിക്കുന്നു, പകയും വിദ്വേഷവും മാറിയിരിക്കുന്നു. എപ്പോഴും സൗമ്യത മാത്രം, എപ്പോഴും താഴ്മ മാത്രം, എപ്പോഴും സ്നേഹം മാത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പരിഭവമില്ല, പരാതിയില്ല. സ്തോത്രം. എന്താണ്? എപ്പോഴും ശുണ്ഠി പിടിച്ചിരുന്ന ആളുണ്ടോ? ഇപ്പോൾ ഒരു ശുണ്ഠിയുമില്ല, ഒരു മർക്കടമുഷ്ടിയുമില്ല. എല്ലാം മാറിയിരിക്കുന്നു. ഒരിക്കലും ദേഷ്യം വരാൻ സാധിക്കുന്നില്ല. എന്തൊരു സ്വഭാവ വ്യത്യാസം! പത്രോസിന് വന്നിരിക്കുന്ന മാറ്റം, ദൈവത്തിന് സ്തോത്രം. ചങ്ങലക്കെട്ടിലുണ്ടായിരുന്ന പത്രോസ് ഇപ്പോൾ മാറ്റം വന്നു. ചങ്ങലകളെല്ലാം അഴിഞ്ഞു പോയിരിക്കുന്നു, സ്വതന്ത്രനായി വന്നിരിക്കുന്നു. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം. അവർ മിണ്ടാതിരിപ്പാൻ അവൻ ആംഗ്യം കാട്ടി കർത്താവ് തന്നെ തടവിൽ നിന്ന് പുറപ്പെടുവിച്ച വിവരം പറഞ്ഞു കേൾപ്പിച്ചു. എല്ലാം വിശദീകരിച്ച് കേൾപ്പിച്ചു. സ്തോത്രം. എല്ലാം വിശദീകരിച്ചു. കർത്താവ് എന്നെ തടവിൽ നിന്ന് വിടുവിച്ചു.
പത്രോസ് പറയുകയാണ്, അയ്യോ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നില്ലേ, നിങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേട്ടു. കർത്താവ് എന്നെ തടവിൽ നിന്ന് വിടുവിച്ചു, എനിക്ക് സ്വാതന്ത്ര്യം തന്നു. കർത്താവാണ് ചെയ്തത്. മരിച്ചുപോയി, ക്രൂശിക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, നമ്മുടെ കൂടെ നടക്കുകയും എന്നൊക്കെ പലവട്ടം പ്രത്യക്ഷനാകുകയും ചെയ്ത ആ യേശു സ്വർഗാരോഹണം ചെയ്തു പോയതല്ലേ. പക്ഷേ ആ സ്വർഗാരോഹണം ചെയ്തു പോയ യേശു ഇന്ന് കാരാഗ്രഹത്തിൽ എൻ്റെ മുറിയിൽ വന്നു, എൻ്റെ തടവറയിൽ വന്നു. അവിടെ നിന്നാണ് എന്നെ രക്ഷിച്ചത്. നാളുകൾക്ക് മുൻപ് അങ്ങ് സ്വർഗാരോഹണം ചെയ്തു പോയ യേശു, ദൈവത്തിന് സ്തോത്രം, ഇന്ന് അവൻ എൻ്റെ അരികത്ത് വന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാം, കർത്താവേ, അങ്ങനെ ഒരനുഭവം കർത്താവിൻ്റെ ശിഷ്യനുണ്ടായെങ്കിൽ ഇവിടെ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ, എന്നെ തന്നെ നിനക്ക് ഞാൻ തന്നുകൊണ്ടിരിക്കുകയല്ലേ. കർത്താവേ, നീ എൻ്റെ അരികത്തേക്കൊന്ന് വരണമേ. സ്തോത്രം. യേശുവേ, നീ എൻ്റെ സമീപത്തൊന്ന് വരണമേ, നീ എന്നെ ഒന്ന് തലോടണമേ. കർത്താവേ, എൻ്റെ ഹൃദയത്തിലേറെ ദുഃഖഭാരങ്ങളുണ്ട്, ചില പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്, ചില പ്രാരബ്ധങ്ങളുണ്ട്, ചില ആവശ്യഭാരങ്ങളുണ്ട്, ചില ആകുലങ്ങളുണ്ട്, ചില കൺഫ്യൂഷൻസുണ്ട്. എൻ്റെ കർത്താവേ, ചില കാര്യങ്ങൾ കുഴാമറച്ചിലുകളുണ്ട്. എൻ്റെ കർത്താവേ, എനിക്കറിയാൻ വയ്യ, ഏതെല്ലാമോ ചില ബന്ധങ്ങൾ എനിക്കുണ്ട്. ഇപ്പോൾ നാഥ, നീ ഇപ്പോൾ എൻ്റെ അരികത്തേക്കൊന്ന് വരണമേ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരീ സഹോദരന്മാരെ, നിങ്ങളുടെ അരികത്തേക്ക് വരുന്ന ക്രിസ്തുവിനെ നിങ്ങളൊന്ന് കാണുക, ഉള്ളു തുറന്നത് കാണുക, ഹൃദയം തുറന്നത് കാണുക. യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു നീ ഇപ്പോൾ എൻ്റെ അരികത്തുണ്ടെന്ന്. യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന്. യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു നിൻ്റെ തൃക്കരം വെച്ചാൽ എൻ്റെ ബന്ധനങ്ങൾ അഴിയുമെന്ന്. യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു നിൻ്റെ തൃക്കരം വെച്ചാൽ എൻ്റെ ബാധകൾ മാറുമെന്ന്. യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു നിൻ്റെ തൃക്കരൻ്റെ മേൽ വയ്ക്കുമ്പോൾ കർത്താവേ, സാത്താന്യ ബന്ധനങ്ങളിൽ അഴിഞ്ഞു പോകുമെന്ന്. കർത്താവേ, സാത്താൻ്റെ പ്രവൃത്തികളെല്ലാം എന്നിൽ നിന്ന് വിട്ടുപോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ സംശയവും മാറിപ്പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിശ്വാസങ്ങൾ ദൂരീകരിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, എനിക്കുള്ളതായ സകല ബാധകളും സകല ബന്ധനങ്ങളും സകല പാപങ്ങളും സകല ദോഷങ്ങളും സകല ശാപങ്ങളും എല്ലാം മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, തൃക്കരവും നീട്ടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, തൃക്കരവും നീട്ടണമേ. ഹല്ലേലൂയ. എനിക്ക് യോഗ്യതയില്ല കർത്താവേ, ആ തൃക്കരം തൊടാൻ എനിക്ക് യോഗ്യതയില്ല. എൻ്റെ നാഥ, ഞാൻ ഇപ്പോൾ എളിമയോടെ ഈ കാര്യം ഏറ്റു പറഞ്ഞുകൊണ്ട് ഞാൻ ആ തൃക്കരം പിടിച്ച് ചുംബിക്കുന്നു കർത്താവേ. ആ തൃക്കരം ഞാൻ മുത്തുന്നു കർത്താവേ. ഹല്ലേലൂയ. യേശുവിൻ്റെ തൃക്കരം നിങ്ങൾ ചുംബിക്കുവീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. തൃക്കരം നിങ്ങൾ ചുംബിപ്പീൻ, തൃക്കരം നിങ്ങൾ മുത്തുവീൻ. ദൈവത്തിന് സ്തോത്രം. അവൻ ഇന്നും സജീവമായി നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. യേശു നമ്മുടെ ഇടയിൽ കൂടി സഞ്ചരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശു നമ്മെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. യേശു നമ്മെ നോക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശു പുറം മാത്രമല്ല, അകം കൂടി കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഇപ്പോൾ മാത്രമുള്ളതല്ല, പഴയകാലം കൂടി കാണുന്നുണ്ട്. ഹല്ലേലൂയ. യേശു ഭാവി കാലം കൂടി കാണുന്നുണ്ട്. ഹല്ലേലൂയ. എല്ലാം കാണുന്നവൻ, ഭൂതഭാവി വർത്തമാനങ്ങളെല്ലാം കാണുന്നവൻ അവന് തങ്ങളുടെ അരികത്ത് വന്ന് നിൽക്കുകയാണ്. അവൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം വിട്ടുകൊടുക്കുവീൻ, എറിഞ്ഞു കൊടുക്കുവീൻ എൻ്റെ കരങ്ങളിലേക്ക്. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം. കർത്താവ് തന്നെ തടവിൽ നിന്ന് പുറപ്പെടുവിച്ച വിവരം പറഞ്ഞു കേൾപ്പിച്ചു. ഇത് യാക്കോബിനോടും ശേഷം സഹോദരന്മാരോടും അറിയിപ്പിനെന്ന് പറഞ്ഞു. സ്തോത്രം. യാക്കോബ് അപ്പോസ്തലനാണ്. യോഹന്നാൻ്റെ സഹോദരൻ യാക്കോബല്ല, മറ്റേ യാക്കോബ്. യാക്കോബിനോട് പറഞ്ഞ് കേൾപ്പിക്കൂ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്താണത്? കാരണം അന്ന് അവരുടെ ആ കൂട്ടത്തിൽ അത് എല്ലാം നിയന്ത്രിക്കാൻ ഒരു ലീഡറുണ്ടായിരുന്നു, യാക്കോബ്. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യെരൂശലേം സിനോദോസ് നടത്തുന്നത് ഈ യാക്കോബാണ്. അവിടെ പത്രോസല്ല അത് പ്രിസൈഡ് ചെയ്യുന്നത്, അവിടെ അധ്യക്ഷനായിട്ടിരിക്കുന്നത് യാക്കോബാണ്. ദൈവത്തിന് സ്തോത്രം. അത് നമുക്ക് വേറെ അവസരത്തിൽ പറയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ കേൾക്കൂ, യാക്കോബിനോട് മറ്റ് സഹോദരന്മാരോട് അറിയിപ്പിയെന്ന് പറഞ്ഞു. വേഗം ഇത് നിങ്ങൾ കണ്ടതൊക്കെ സാക്ഷിക്കുക, ചെന്ന് മറ്റ് ദൈവമക്കളെയൊക്കെ അറിയിക്കുക, ഒരത്ഭുതം നടന്നു എന്ന്, എന്നെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചു എന്ന്, ഹെരോദാവ് ഉദ്ദേശിച്ച സമയത്ത് എന്നെ കൊല്ലാൻ പറ്റുകയില്ല എന്ന്. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എന്നെ കൊല്ലാൻ ഹെരോദാവിന് സാധിച്ചില്ല എന്ന്, ദൈവം എന്നെ വിടുവിച്ചു എന്ന് ചെന്ന് പറയുക. വിടുതൽ കിട്ടിയെന്ന് അനേകരോട് സാക്ഷിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അനേകരെ വിളിച്ചറിയിക്കുക, അനേകരോട് പറയുക, സ്വന്തപ്പെട്ട വീടുകളിൽ പോയി പറയുക, സ്വന്തപ്പെട്ടവരുടെ അടുക്കൽ ചെന്ന് പറയുക. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഒരാൾക്ക് ബന്ധനം അഴിഞ്ഞാൽ ദേശങ്ങൾ ഉണരും, ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ ഈ ഭാഗ്യം നേടിക്കൊണ്ടുവന്ന് പോകാമോ? സ്തോത്രം. ഈ മഹാഭാഗ്യം നേടിക്കൊണ്ട് പോകാമോ? ബന്ധനം കഴിയുന്ന മഹാഭാഗ്യം. സ്തോത്രം. എൻ്റെ കർത്താവേ,
അപ്പോൾ ഈ ജനത്തെ നീ സന്ദർശിക്കണമേ, ഈ ജനത്തോട് മനസ്സിലാക്കണമേ, ജനത്തിൻ്റെ മേൽ നിൻ്റെ ആത്മാവിനെ പകരണമേ, നിൻ്റെ പരിശുദ്ധാത്മാവ് ജനത്തിന് മേൽ ഇറങ്ങണമേ, പരിശുദ്ധാത്മാവ് വെള്ളപ്രാക്കൾ പറന്നു വരുന്നത് പോലെ പറന്നു വരണമേ. കർത്താവേ, ഈ മക്കളെ എല്ലാം അനുഗ്രഹിക്കണമേ, എല്ലാ കെട്ടുകളും പൊട്ടിച്ച് കളയണമേ, എല്ലാ കോട്ടകളും തകർത്ത് കളയണമേ, പിശാച് കെട്ടിയിരിക്കുന്ന കോട്ടകളെല്ലാം തകർത്ത് ഈ മക്കൾക്ക് വിടുതൽ നൽകണമേ. എൻ്റെ കർത്താവേ, അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമല്ലോ, അവിടുന്ന് പ്രവർത്തിക്കുന്നുവല്ലോ, അടിയൻ വിശ്വസിക്കുന്ന കർത്താവേ പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ. ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്നവരെ ഉയർത്തിപ്പിടിക്കുക. ദൈവത്തിന് സ്തോത്രം. ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. നിത്യോന്നതനും മഹാപരിശുദ്ധനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുത്തെ തിരുസാന്നിധ്യം ദാനമായി തന്നതിനാൽ സ്തോത്രം. അടിയങ്ങൾ അർഹിക്കാത്ത അനുഗ്രഹങ്ങൾ പകർന്നതിനായി സ്തോത്രം. ഞങ്ങൾ അയോഗ്യരെങ്കിലും അവിടുന്ന് ഞങ്ങളെ സന്ദർശിച്ചതിനായി സ്തോത്രം. യേശുവേ, നിത്യ ശോഭന തീരത്തേക്ക് എത്തുവാൻ ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ. എല്ലാവരെയും നാഥ അവിടെ തലോടണമേ, ഓരോരുത്തരെയും കണ്ണുനീര് തുടയ്ക്കണമേ കർത്താവേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ കർത്താവേ. ഹോസ്പിറ്റൽ രോഗികളായി കിടക്കുന്നവരെ അവിടെ സന്ദർശിക്കണമേ കർത്താവേ. ഭാരങ്ങൾ അകറ്റണമേ, ബന്ധനങ്ങൾ അഴിക്കണമേ, സമാധാനം നൽകണമേ, കുടുംബശാന്തി അരുളണമേ, എല്ലാവരെയും സുവിശേഷകരാക്കി മാറ്റണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമീൻ.